ഹായ്, എല്ലാവർക്കും സോൺ ഓഫ് ഡോണ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് നമ്മുടെ ഒരു കസിൻ്റെ കല്യാണത്തിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു 50 കിലോ ചിക്കൻ്റെ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. നല്ല അടിപൊളിയായിട്ട് എല്ലാവരും പറഞ്ഞ ഒരു നല്ല റെസിപ്പിയാണ് ഞങ്ങളിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മളവിടെ വീട്ടിലെ കാരണന്മാരും കുട്ടികളും എല്ലാവരും കൂടി ഒരുമിച്ച് പ്രിപ്പയർ ചെയ്തതാണ്. അപ്പോൾ വീഡിയോ അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കല്യാണ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 50 കിലോ ചിക്കൻ നമ്മളവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും എല്ലാം തിരുമ്പി വെച്ച് നല്ല അടിപൊളിയായിട്ട് ഗോൾഡൻ കളറിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി കറി പ്രിപ്പയർ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള നല്ല ഗോൾഡൻ കളറിൽ കുറച്ച് സമയം എടുത്ത് തന്നെ കുക്ക് ചെയ്യണം. മാക്സിമം നന്നായി വഴറ്റിയെടുക്കാം. സവാള നല്ല ഗോൾഡൻ കളർ ആവുന്നവരെ. ചിക്കൻ വളരെ ചെറിയ സൈസിലാണ് ഞങ്ങൾ കട്ട് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാം. ഇത് കുറച്ച് കൂടുതൽ മസാല പിടിക്കാൻ വേണ്ടി ചെറിയ കഷ്ണങ്ങളാക്കി എന്ന് മാത്രം. ഇനി നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. സവാള ആയി വരുന്നുണ്ട്. ഇനി അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളി പാകമാകുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം. ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല, പിന്നെ തേങ്ങയുടെ 2 പാൽ ഇവ ചേർത്താണ് നമ്മൾ മിക്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വഴറ്റാനായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാരണന്മാരുടെ നേതൃത്വത്തിൽ ഒരു കട്ടൻ ചായയുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഞങ്ങളിത് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. നമ്മുടെ കല്യാണ പെണ്ണിൻ്റെ ആങ്ങളച്ചക്കനും എല്ലാവരും കൂടിയാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ. കുറേ കാലത്തിന് ശേഷം ഒരു പഴയ കല്യാണത്തിൻ്റെ ഒരു ഫീല് നമുക്ക് അവിടുന്ന് കിട്ടി. നമ്മുടെ അരി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി അത് മൂക്കുന്നവരെ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. പച്ചമുളക് പേസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരച്ചാണ് ചേർത്തിരിക്കുന്നത്. ഗ്രേവിക്ക് നല്ല എരിവ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ തേങ്ങയുടെ 2 പാൽ ബാക്കിയുണ്ടായിരുന്നത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കാഷ്യൂ നട്ട്, അതായത് അണ്ടിപ്പരിപ്പ് നമ്മൾ അരച്ച് ചേർക്കുന്നുണ്ട്. നല്ല ഗ്രേവിക്ക് നല്ല തിക്നെസ്സും ടേസ്റ്റും കിട്ടുന്നതിന് വേണ്ടി. ഇപ്പോൾ ഗ്രേവി നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുതിനയിലയും മല്ലിയിലയും ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് തൈര്, ചെറിയൊരു പുളി രസം കിട്ടുന്നതിന് വേണ്ടി കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസും ചില്ലി സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടറിയാം നല്ല കൺസിസ്റ്റൻസിയിൽ, നല്ല അടിപൊളി ഗ്രേവിയിൽ. ഇനി കുറച്ച് നേരം നമുക്ക് ഈ ചിക്കനെ ഇതിലിട്ട് വേവിക്കാം. നന്നായിട്ട് ഉപ്പും മുളകും അതിൻ്റെ കൂട്ട് പിടിക്കുന്നതിന് വേണ്ടി. ഇപ്പോൾ നന്നായി നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തു. കണ്ടാൽ വായിൽ വെള്ളം ഊറുന്ന രീതിയിലാണ് നമ്മുടെ ചിക്കൻ കറി ആയിരിക്കുന്നത്. നമുക്ക് കുറച്ച് നേരം തിളപ്പിക്കാം. അതിനുശേഷം നമുക്ക് തേങ്ങയുടെ 1 പാൽ നിങ്ങളുടെ ഗ്രേവിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് വാങ്ങി വയ്ക്കാം. ഇവിടെ തൃശ്ശൂർ പള്ളിപ്പെരുന്നാളിൻ്റെ സീസണാണ്. അതുപോലെ തന്നെ അച്ചപ്പം കൊഴലപ്പത്തിൻ്റെയും.
അപ്പോൾ നമ്മുടെ 50 കിലോ അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ചിക്കൻ കറി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. 50 കിലോ അല്ലെങ്കിൽ 5 കിലോനായാലും ഞാൻ സ്പെസിഫിക് ആയിട്ട് അതിൻ്റെ കൂട്ട് പറയാത്തത്, എന്തായാലും എല്ലാവരും 50 കിലോയിൽ വെക്കില്ലല്ലോ. അപ്പോൾ ചെറിയ ചെറിയ അളവിലാണെങ്കിലും ഇതാണ് അതിൻ്റെ കൂട്ട്, അതനുസരിച്ച് നിങ്ങൾ ചേർത്ത് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വരാം.